നമസ്കാരം. നാലാഞ്ചിറയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്തു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുടുംബകലഹവും ഭർത്താവിന്റെ സംശയരോഗവുമാണ് ഹസീനയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മണക്കാട് സ്വദേശി ഹസീനയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് വട്ടിയൂർക്കാവ് സ്വദേശി സുരേഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുടുംബവഴക്കിനെ തുടർന്ന് മക്കളുടെ മുന്നിൽ വച്ചായിരുന്നു കൊലപാതകം. ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ വാക്കേറ്റം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. മൂത്ത മകളാണ് സംഭവം മണ്ണന്തല പോലീസിനെ വിളിച്ച് അറിയിച്ചത്. കൊലപാതകത്തിന് ശേഷം സുരേഷ് കാറിൽ കയറി രക്ഷപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. നാലാഞ്ചിറയിൽ 4 മാസമായി വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ഹസീനയും കുടുംബവും. ഹസീനയും സുരേഷും തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് വിവരം. നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് കൊലപാതകം നടന്നത്. ദമ്പതികൾക്കിടയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന കുടുംബ വഴക്കും സംശയരോഗവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സുരേഷും ഹസീനയും 4 മക്കളും 4 മാസം മുൻപാണ് നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ താമസത്തിനെത്തുന്നത്. ഈ കുടുംബത്തിന് നാട്ടുകാരുമായോ അയൽവാസികളുമായോ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. കുറച്ചുനാൾ മുൻപ് ഹസീനയെ കാണാതായിരുന്നു. പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ തിരികെ വീട്ടിലെത്തുകയും ചെയ്തത്. ഹസീന തിരിച്ചെത്തിയത് മുതൽ ഇരുവരും തമ്മിൽ വീണ്ടും തർക്കങ്ങൾ പതിവായിരുന്നു. ബുധനാഴ്ച രാവിലെയും സുരേഷും ഹസീനയും തമ്മിൽ വഴക്കുണ്ടായി. പിന്നാലെ കത്തി ഉപയോഗിച്ച് സുരേഷ് ഹസീനയുടെ കഴുത്ത് അറക്കുകയായിരുന്നു. ശേഷം ശുചിമുറിയിൽ കൊണ്ടുപോയി കത്തി കഴുകി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. മാതാപിതാക്കളുടെ വഴക്കിനും കൊലപാതകത്തിനും സാക്ഷികളായ 4 മക്കളും നിലവിൽ പോലീസിന്റെ സംരക്ഷണയിലാണ്. ഹസീനയുടെ സഹോദരൻ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തുന്നത്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വഴക്കുമായി ബന്ധപ്പെട്ട് ഹസീന ഇന്നലെയും പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങി. ഇതിനുശേഷമാണ് വീട്ടിൽ വെച്ച് വഴക്കുണ്ടാവുകയും കറിക്കത്തി ഉപയോഗിച്ച് വീട്ടമ്മയുടെ കഴുത്തറക്കുകയും ചെയ്തത് ഭർത്താവ്. എന്നാൽ 4 മക്കളുണ്ട്. 4 പേരും അനാഥരായിരിക്കുന്നു. അമ്മയുടെ കൊലപാതകം നേരിട്ട് കണ്ട മക്കൾ എന്തായാലും വലിയ ഭീതിയിലാണ്. പോലീസ് സംരക്ഷണയിലാണ്.